ഈ കടം കൊടുക്കുന്ന പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ തലവേദന. അപ്പൊ 20 ലക്ഷം പലപ്പോഴായിട്ട് സിബിലാല് ലക്ഷ്മിപ്രിയ കൊടുക്കുമ്പോഴും കൊടുത്തതിന് ശേഷം തിരിച്ചു ചോദിക്കാറുണ്ടായിരുന്നു. തിരിച്ചു തരാന്ന് പറയുന്നത് പിന്നെ തൃപ്പൂണിത്തറ KSFയിൽ ഞങ്ങൾ എനിക്ക് 1 കോടി രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മിപ്രിയക്ക് 2 കോടി രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിട്ടി വീഴുമ്പോൾ സിബിലാലിന്റെ പൈസ ഒരുമിച്ച് തരാന്ന് പറഞ്ഞിട്ടാണ് എന്റെ മെയിൻ. അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പാണ് പൈസ കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. പറഞ്ഞത് സിനിമ അപ്പോഴൊന്നും സിനിമ സ്റ്റാർട്ടിങ് ഒന്നും ആയിട്ടില്ല. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറി വീഴുമ്പോ ചേട്ടന് ഞാൻ മേടിച്ച പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് എന്റെ പൈസ മേടിക്കും. അപ്പം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഇത് ആളുകളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആളുകളിലേക്ക് എത്തിയെന്ന് പറഞ്ഞാല് ഇവരെനിക്ക് ചെക്ക് തന്ന് എന്നെ പറ്റിക്കായിരുന്നു. ചെക്ക് ഒന്ന് പറ്റിച്ചോ? ബാങ്കിൽ ചെന്ന് മാറാൻ ചെന്നപ്പം പൈസ ഇല്ല. ഓക്കെ. അങ്ങനെ ഞാൻ വക്കീലോട്ട് ചോദിച്ചു. അവര് പിന്നെ അവരെ തൃശ്ശൂർ വസ്തു ഉണ്ടായിരുന്നു, വസ്തു അറ്റാച്ച് ചെയ്താൽ പിന്നെ ക്രിമിനൽ കേസ് അമ്പലപ്പുഴ കോടതിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇത് പുറത്ത് വരാൻ കാരണം. അങ്ങനെയാണ് ഇത് പുറത്ത് വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയ വിളിക്കുകയുണ്ടായി, അതായത് നമുക്കിത് പരസ്പരം പറഞ്ഞു തീർക്കാം, ഞാൻ പൈസ എന്തായാലും തിരിച്ചു തരാം, എന്റെ അവസ്ഥ ഇതായി പോയി എന്ന് വല്ലതും വിളിക്കുകയുണ്ടായോ? മനുഷ്യനല്ലേ, ഒന്ന് ക്ഷമിക്കാൻ പറ്റുമല്ലോ. എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ മീഡിയേഷൻ അവിടെ സിവിൽ കേസുമായി ബന്ധപ്പെട്ട് മീഡിയേഷനെ വിളിച്ചായിരുന്നു കോടതിയിൽ. ഓക്കെ. മീഡിയേഷനെ വിളിച്ചപ്പോ അവിടെ വെച്ച് ഇവര് മീഡിയേഷനെ വിളിച്ച ആ വക്കീലിന്റെ മുമ്പിൽ ഇവര് പറഞ്ഞാണ് പൈസ ഞാൻ തിരിച്ചു കൊടുക്കുക, എന്തെങ്കിലും വിട്ടുവീഴ്ചയാണ്. ഞാൻ പറഞ്ഞു ശരി, എന്തെങ്കിലും വിട്ടുവീഴ്ച എനിക്ക് 15 ലക്ഷം രൂപ തന്നാ മതി. 5 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. ആ വലിയ മനസ്സിന് നന്ദി കേട്ടോ.